നമസ്കാരം സർ. നമസ്കാരം. ലോകരാജ്യങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റവും ഉറ്റുനോക്കുന്നത് ബംഗ്ലാദേശിലാണ്. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അമേരിക്ക ഇപ്പോൾ ഒരു നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം ബംഗ്ലാദേശ് നിർത്തണമെന്ന താക്കീതാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇത് ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നതാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ തന്നെ ഇന്ത്യക്ക് പ്രതീക്ഷയാണ് ഈ വർഷം അവസാനിക്കുന്നതോടുകൂടി. കാരണം ഈ ജോ ബൈഡൻ ഇത് പറയേണ്ടി വരുന്നതാണ്. കാരണം തീ കുറേ കത്തിച്ചു വെച്ചു. അദ്ദേഹം തന്നെയാണ് ഈ പ്രശ്നത്തിന് കാരണക്കാരനും. പറയേണ്ടി വരുന്നു. പല തീകളും ഇപ്പോൾ അണച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ മകനെതിരെ തന്നെ 116 കേസുകളുണ്ടായിരുന്നു. അപ്പോൾ ആ തീ അണച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസത്തിലാണ്. ഇനിയും പതുക്കെ ഇപ്പോൾ ലോക കാര്യങ്ങൾ, ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കാം എന്ന് വിചാരിച്ചാണ് അദ്ദേഹം തന്നെയാണ് മുഹമ്മദ് യൂനിസിനെ അവിടെ പാവഭരണകൂടമായിട്ട് ഇരുത്തിയത്. പ്ലേറ്റോ തൻ്റെ റിപ്പബ്ലിക് എന്നൊരു വിശ്വപ്രസിദ്ധമായിട്ടുള്ള കൃതിയുണ്ട്, വിശ്വപ്രഖ്യാതമായ കൃതി. ആ കൃതിയിൽ കവികളെ തൻ്റെ റിപ്പബ്ലിക്കിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ റിപ്പബ്ലിക് ഭരിക്കാൻ കവികളെ ഒരിക്കലും ഏൽപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പ്ലേറ്റോ ഈ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ നൊബേൽ സമ്മാന ജേതാക്കളെ ഒഴിവാക്കിയത്. കാരണം നൊബേൽ സമ്മാനം കിട്ടുന്നത് വേറെ, ഭരിക്കുന്നത് വേറെ. ദി ആർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈസ് മച്ച് മോർ ഡിഫറെൻറ്റ് ദാൻ ദി ആർട്ട് ഓഫ് ഇൻവെൻഷൻ ഓർ ആർട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഗുഡ് ടു ദ പീപ്പിൾ ഓർ ഫോർ പീസ്, വേൾഡ് പീസ്. ഇതിനൊക്കെയാണ് നൊബേൽ സമ്മാനം കിട്ടുന്നത്. പക്ഷേ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ബഹുസ്വരതയുള്ള ഒരു രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ അസിധാരയിൽ കൂടി നടക്കുന്നത് പോലെ. അസിധാര എന്ന് പറഞ്ഞാൽ വാളിൻ്റെ തലപ്പ്, അതിൽ കൂടി നടക്കുന്നത് പോലെ. വളരെ ശ്രദ്ധിച്ച് നടന്നില്ലെങ്കിൽ ചോര ഒഴുകും. മനസ്സിലായി? അപ്പോൾ അത്ര ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യം വളരെ അനായാസമായിട്ടാണ്. താനൊരു നൊബേൽ സമ്മാന ജേതാവാണല്ലോ, അങ്ങനെ വിചാരിച്ച ഭരണം നടക്കില്ല. അദ്ദേഹം മനഃപൂർവ്വം ഹിന്ദുക്കളെ ഉപദ്രവിക്കണമെന്നോ ആഗ്രഹിക്കുന്ന ആളൊന്നും ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഭരണം മുഴുവൻ ആരുടെ കയ്യിലായി? ജമാഅത്തെ ഈ ബംഗ്ലാദേശിൻ്റെ കയ്യിലായി. അവരാണെങ്കിൽ പാൻ ഇസ്ലാമിക് ജിയോ പൊളിറ്റിക്സ് ഉള്ള ഒരു പാർട്ടിയാണ്. അവരുടെ ലക്ഷ്യം ലോകം മുഴുവൻ ഇസ്ലാമവൽക്കരിക്കുക. മറ്റ് മതങ്ങളെ അവർ അംഗീകരിക്കുന്നില്ലെന്നുള്ളിടത്താണ് പ്രശ്നം. മറ്റ് മതങ്ങളെയൊന്നും ന്യൂനപക്ഷങ്ങളെയൊന്നും അവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണമെന്നോ ആ വിശ്വാസം അടിച്ചേൽപ്പിക്കുന്ന ഒരു വിശ്വാസമാണ് അവരുടേത്. പിന്നെ എങ്ങനെയാണത് ശരിയാവുക? അങ്ങനെ ഒരു ആളിൻ്റെ കയ്യിലേക്ക് ഭരണം അങ്ങ് പോയി. അവർക്കെതിരെ ഒരു നടപടി എടുക്കുന്നുമില്ല. എന്നാൽ പാവപ്പെട്ട അഭയാർത്ഥിയായിട്ട് ഇന്ത്യയിലേക്ക് വന്ന ഷെയ്ഖ് ഹസീനയോട് പറയുന്ന വാക്കുകൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. അവരെ ബംഗ്ലാദേശിലേക്ക് വിട്ടുകിട്ടണമെന്നും പറയുന്നുണ്ട്. അഭയം തേടി വന്ന ആൾക്കാരെ വിട്ടുകൊടുക്കാനാണെങ്കിൽ ഇന്ത്യയിലേക്ക് അന്ന് വന്ന 19 ലക്ഷം ബംഗ്ലാദേശികളെ നമ്മൾ പാകിസ്ഥാൻകാരെ വിട്ടുകൊടുക്കണമായിരുന്നല്ലോ. ദലൈലാമയെ നമ്മൾ വിട്ടുകൊടുക്കണമായിരുന്നല്ലോ. അങ്ങനെ എത്രയോ പേരെ നമ്മൾ വിട്ടുകൊടുക്കണമായിരുന്നു. അഭയം തേടി വന്ന ജാംഷഡ്ജി ടാറ്റ അഭയാർത്ഥിയായിട്ട് വന്നതാണ്. അവർ ഇറാൻ വിട്ടുകൊടുക്കണമായിരുന്നല്ലോ. നമ്മുടെ യഹൂദ പള്ളി ഇവിടെ ഉണ്ട്, ജൂത പള്ളി ഉണ്ടായിരുന്നല്ലോ മട്ടാഞ്ചേരിയിൽ. അവിടെ വന്ന ആളുകളെ എത്രയാണെന്ന് എനിക്കറിയില്ല സംഖ്യ. അവരെല്ലാം നമ്മൾ ഇസ്രായേലിന് വിട്ടുകൊടുക്കണമായിരുന്നു. അന്നത്തെ കാലത്ത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ പൊടി പോലും കിട്ടില്ല. കാരണം റോമാക്കാർ ആക്രമിച്ചിട്ടാണ് അവർ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലേക്ക് വന്നത്. റോമൻ ആക്രമണം, പട്ടാളക്കാർ ആക്രമിച്ചപ്പോൾ അവരെ മുഴുവൻ കൊന്നേനി. ഹിറ്റ്ലറുടെ കാലത്താണെങ്കിലും കൊന്നേനി. ഇത്രയധികം പീഡ അനുഭവിച്ച ഒരു ജനത വേറെ ഒരു മതം വേറെ ഇല്ല. അതൊന്നും നമ്മൾ ചെയ്യില്ല. അതുപോലെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളിതിൽ ഇപ്പോൾ പ്രതികരിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടുപോകും, ഇവിടെ ഉണ്ട്, ഇന്ത്യയിലുണ്ട്. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പിടിച്ചുകൊണ്ടുപോകും എന്നൊരു നിലപാടാണ്. കാരണം അങ്ങനെ അഭയാർത്ഥിയായിട്ട് ഇന്ത്യയെ വിശ്വസിച്ച് ഇന്ത്യയിലേക്ക് വന്ന ഒരാളിനെ നമ്മളെങ്ങനെ വിട്ടുകൊടുക്കും? അത് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്തിൻ്റെ മകളാണിവർ. അത് നടക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ ഒരു ഡിഫറൻസ് ഈ രാജ്യങ്ങളും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന സംഭവമുണ്ട്. ഈ സമയത്താണ് എസ് ജയശങ്കർ അവിടെ പോയിരുന്നു. അവിടുത്തെ ബ്ലിങ്കനെ കണ്ടിരുന്നു. ആൻ്റണി ബ്ലിങ്കൻ അല്ലേ, ആൻ്റണി ബ്ലിങ്കനെ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. അതിൻ്റെ കൂടി ഒരു അനന്തരഫലമാണ് ഇത് വരുന്നത്. അതിനു മുമ്പ് മുഹമ്മദ് യൂനിസും അദ്ദേഹത്തിൻ്റെ സഹായിയും കൂടി, ഉപദേഷ്ടാവും കൂടി അവിടെ പോയിരുന്നു, വാഷിങ്ടണിൽ പോയിരുന്നു. കാണേണ്ടവരെയൊക്കെ കണ്ടും ഒക്കെ വന്നു. അപ്പോൾ വന്നപ്പോൾ അവർ വിചാരിച്ചത് ഈ അമേരിക്കയൊക്കെ തങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കും, അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായം വരുമെന്ന്. അങ്ങനെയല്ല. ഇപ്പോൾ ജോ ബൈഡൻ ഇത് പറയേണ്ടി വന്നത് തനിക്ക് പിന്നാലെ വരുന്ന ഡൊണാൾഡ് ട്രംപ് ഇതെല്ലാം നേരെയാക്കും, തിരിച്ചിടും. മുഹമ്മദ് യൂനിസിൻ്റെ ദിനങ്ങൾ ഏതാണ്ട് അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ അവിടെ ഹിന്ദുക്കൾക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാക്കിയ ഭരണാധികാരിയെ അവിടെ വാഴിച്ചു എന്നുള്ള ദുഷ്പേര് അദ്ദേഹത്തിനെതിരെ വന്ന അമേരിക്കൻ ഫെഡറൽ ജസ്റ്റിസിൽ അത് വലിയൊരു കുറ്റമാണ്.
അപ്പോൾ ആ കുറ്റത്തിൽ നിന്ന് സ്വയം മുക്തനാവാനും ശേഷിക്കുന്ന കാലത്ത് വിശ്രമ ജീവിതം സ്വസ്ഥമായിട്ട് നയിക്കാനും വേണ്ടിയാണ് അദ്ദേഹം ഇത് ചെയ്തിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ട്രംപ് വെറുതെ വിടില്ല. ഇങ്ങനെയുള്ള വിദേശകാര്യങ്ങളിലൊക്കെ വന്ന പിഴവ് മൂലം ഒരു ജനവിഭാഗത്തിന് തന്നെ ആക്രമണവും മരണവും ഒക്കെ ഏൽക്കേണ്ടി വരികയാണെങ്കിൽ അദ്ദേഹം ഏറ്റവും രാഷ്ട്രീയമായിട്ട്, സാമ്പത്തികമായിട്ടല്ല കേട്ടോ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൊണാൾഡ് ട്രംപ് വന്നാലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു സഹകരണം മാത്രം ഇന്ത്യയായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ പ്രയാസമാണ്. കാരണം അമേരിക്ക ഫസ്റ്റ് എന്നുള്ള പോളിസി പോകുന്ന ആളാണ് അദ്ദേഹം. താരിഫുകൾ എന്ന് പറയുന്ന അവരുടെ ഈ നികുതി ഉണ്ടല്ലോ, ഇങ്ങോട്ട് സാധനങ്ങൾ വരുന്നതിനുള്ള നികുതിയൊക്കെ വർദ്ധിക്കും. ആ സാമ്പത്തികമായിട്ടൊരു വാർ എപ്പോഴും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഉണ്ടായിരുന്നു. മോഡി വിചാരിക്കുന്നത് ഇന്ത്യ ഫസ്റ്റ് എന്നുള്ള രീതിയിലാണ് മോഡി വന്നു. മോഡിയും വിട്ടുകൊടുക്കത്തില്ല. ആ ഒരു സാമ്പത്തിക സംഘർഷം ഉണ്ടാവും. പക്ഷേ അത് ജിയോ പൊളിറ്റിക്സിനെ ബാധിക്കില്ല. കാരണം രാഷ്ട്രീയമായിട്ട് ഇവർ ഒരുമിച്ച് തന്നെ നിൽക്കും. വളരെ ശക്തമായിട്ട് മുഹമ്മദ് യൂനുസിന് വാണിംഗ് കൊടുത്തില്ലെങ്കിൽ ആ ഭരണകൂടത്തിനെ പുറത്താക്കാനുള്ള ശക്തി ഡൊണാൾഡ് ട്രംപിനും ഉണ്ട്, അമേരിക്കയ്ക്കും ഉണ്ട്. ഈ ആൻ്റണി ബ്ലിങ്കൻ എന്നൊക്കെ പറയുന്ന ആളും ഒക്കെ ജാക്ക് സള്ളിവൻ എന്ന് പറയുന്ന ആളും ഒക്കെ വളരെയധികം. ജാക്ക് സള്ളിവൻ എന്ന് പറയുന്ന അമേരിക്കയുടെ അജിത് ഡോവലാണ്. അവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇസ്രായേൽ ഈ പശ്ചിമേഷ്യയിൽ ഈ വിജയം നേടിയിരിക്കുന്നത്. ഏറ്റവും അമേരിക്കയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് പശ്ചിമേഷ്യയിലുള്ളത് ഏതാ? ഹൂത്തികളാണ്. ആ കപ്പൽ, അവരുടെ ഒരു കപ്പൽ അതിലൂടെ പോയാൽ അത് പിടിച്ചു കെട്ടും. അവർ അതിന് നേരെ മിസൈൽ ആക്രമണം നടത്തും. ആ കപ്പൽ തകർക്കുന്ന ഇവരെ, ടോർപിഡോ ചെയ്യുന്ന ഇവരെ ഒതുക്കാൻ വേണ്ടി ഇസ്രായേലിനെ സഹായിച്ച് ഇപ്പോൾ ഹൂത്തികൾക്ക് നേരെ മാത്രമായിരിക്കുകയാണ്. ഏതാണ്ട് ഗാസയിലും ആക്രമണമുണ്ട്. പിന്നെ ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഗൊലാൻ കുന്നുകൾ എന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ആക്രമണം കുറച്ചുണ്ട്. അതിലൊന്നും സിറിയയുമായിട്ട് നേരിട്ടൊരു ആക്രമണം ഇല്ല. അവിടെ ഹൂത്തികളുമായിട്ടാണ് ഇപ്പോൾ നേരിട്ട് ആക്രമണം നടത്തുന്നത്. ഹൂത്തികളുടെ ശക്തി അതിൻ്റെ ക്ഷയിപ്പിച്ചു കൊണ്ടുവരികയാണ്. അല്ല, അവർക്കൊരു പ്രയോറിറ്റി ഉണ്ടായിരുന്നു. അതായത് ആദ്യം ഹമാസ്, അതിനെ തകർത്തു. രണ്ടാമത് ഹെസ്ബുള്ള, അതിനെ ഏതാണ്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല, ശക്തി കുറച്ചു, അവരുടെ സ്ട്രൈക്കിംഗ് പവർ ഇല്ലാതാക്കി. ഇനിയിപ്പോൾ ഹൂത്തികളുടെ സ്ട്രൈക്കിംഗ് പവർ ഏതാണ്ട് ഇല്ലാതാക്കും. അതിൻ്റെ ഫലമായിട്ടാണിപ്പോൾ സിറിയയിൽ പുതിയ ഭരണകൂടം വന്നിരിക്കുന്നത്. ജുലാനയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം വന്നിരിക്കുന്നത്. അതാണ് അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ആൻ്റണി ബ്ലിങ്കൻ എത്ര തവണയാണ് വന്നത്? 12 തവണ വരെ ഞാൻ എണ്ണി. പിന്നെ വന്നിട്ടുണ്ടോ എന്നറിയില്ല. ആൻ്റണി ബ്ലിങ്കൻ ഈ പശ്ചിമേഷ്യ സന്ദർശിച്ചു. ഖത്തർ, പിന്നെ തുർക്കി, ഈ രാജ്യങ്ങളും എല്ലാമായിട്ട് ചർച്ച നടത്തിയിരുന്നു. കാരണം എന്താ? ഇതൊരു വേൾഡ് വാറിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. അത് അവിടെ തന്നെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചയാണ്. ഇപ്പോൾ നോക്കൂ, ഹൂത്തികൾക്ക് നേരെയുള്ള ഒരു മിസൈൽ ഇസ്രായേൽ അയച്ചത് ലോക ആരോഗ്യ സംഘടനയുടെ സെക്രട്ടറി അവിടെ സന്ദർശിക്കുന്ന സമയത്താണ്. ഒരു സെക്കൻഡ് വൈകിയിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്തതിന്. കാരണം എന്താ? ഐക്യരാഷ്ട്രസഭയുമായിട്ട് ഒരു സൗഹാർദ്ദവുമുള്ള രാജ്യമല്ല. ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് ഒറ്റ മനുഷ്യനും ഞങ്ങളുടെ നാട്ടിൽ വന്നേക്കരുത്, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ഞങ്ങളുടെ രാജ്യം സന്ദർശിക്കരുതെന്ന് വിലക്ക് കൽപ്പിച്ച രാജ്യമാണ്. കാരണം അവരത്ര പക്ഷപാതമാണ് കാണിക്കുന്നതെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹു വിശ്വസിക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു തീരുമാനവും അങ്ങനെ ഒരു പ്രഖ്യാപനവും അവർക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ജിയോ പൊളിറ്റിക്സ് കളിക്കുന്നത് മുഴുവൻ അമേരിക്ക തന്നെയാണ്. ആ അമേരിക്ക വിചാരിച്ചാൽ നിഷ്പ്രയാസം ഈ ബംഗ്ലാദേശിലെ ഭരണകൂടത്തെയും നിലയ്ക്ക് നിർത്താൻ കഴിയും. അതുകൊണ്ട് ഈ ജാക്ക് സള്ളിവൻ പറഞ്ഞത് വളരെ പ്രസക്തമാണിപ്പോൾ. ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരുമ്പോൾ ആ രീതിയിലൊരു പോളിസിയിൽ കൂടിയായിരിക്കും അമേരിക്ക പോകുന്നത്. അതുകൊണ്ട് ഇത് താൽക്കാലികം മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ശാശ്വതമായ സമാധാനവും ഐക്യവും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡൊണാൾഡ് ട്രംപ് അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട. പഴയതുപോലെ സൗഹൃദം തുടരും. ഭരണാധികാരി ആര്, അത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ സാധ്യവുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.